ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? എനിക്കും മക്കൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ ഇന്നൊരു മക്രോണി ആക്കണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരുന്നത്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും ഇപ്പോൾ ഈ ആണുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഹോസ്റ്റലിലെല്ലാം പോയി പഠിക്കുന്നവരുണ്ടാവുമല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ. അങ്ങനെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്താക്കി മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ മക്രോണി വേകാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. അങ്ങനെ ചിക്കൻ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഓരോ പച്ചക്കറി അതിൽ എന്തിട്ടിട്ട് വേണമെങ്കിലും വെക്കാം, നമ്മളടുത്ത് എന്താണോ ഉള്ളത് അതിട്ടിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി മക്രോണി വേവിച്ചിട്ട് അത് വെള്ളം ഊറ്റിക്കളയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഒറ്റിക്കുന്നത്. എന്ത് സൺഫ്ലവർ, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, സൺഫ്ലവർ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴത് ഒട്ടിപ്പിടിക്കാതൊക്കെയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒച്ചപ്പാടൊന്നും ഇങ്ങനെ കാണുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മക്കളെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞെങ്കിൽ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ച് ചായ വെച്ചിനേനു ഇവിടെ ഉള്ളിൽ കറണ്ട് അടുപ്പിൽ. അപ്പോൾ പിന്നെ തിളച്ചിനേനു. അപ്പോൾ പിന്നെ അത് ഈ ഭാഗം മാറ്റിയാക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് എണ്ണ ചൂടായിട്ടോ. അപ്പോൾ കൈക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നല്ലോണം ചോന്തതിൻ്റെ ശേഷം എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണിത്. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ, ഒരാൾ ഉപകാരപ്പെട്ട് ഒരാളത് ചെയ്ത് ഇതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്തല്ലോ അത് കണ്ടുകൊണ്ട് പറഞ്ഞാൽ അതൊരു ഹൈറല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചുവന്നയും വാടിയതിൻ്റെ ശേഷം അതിലേശം കരിയമ്പല ഇട്ടുകൊടുത്ത്, ഉള്ളി ഒന്ന് വാടിയതിൻ്റെ ശേഷം തക്കാളി ഇട്ടുകൊടുത്ത് അങ്ങനെ അത് നല്ലോണം ഒന്ന് വാട്ടി കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട്, ഒന്ന് വാടി കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്. നമ്മൾ മക്രോണിലേക്ക് ഉപ്പിട്ടിന്, ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിന്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടുകൊണ്ട് ഇതിലേക്ക് വേണ്ട. പിന്നെ മസാല കേട്ടോ, മല്ലിപ്പൊടി 1 സ്പൂണ്, മുളകും പൊടി 1 സ്പൂണ്, പിന്നെ ഇത് നല്ല എരിവില്ല മുളകാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. എന്താ പറഞ്ഞാൽ നമ്മളിതിലേക്ക് ഇട്ടിനല്ലോ. ഇത് കുരുമുളക് പൊടി കേട്ടോ. പിന്നെ മക്രോണി വേവിക്കുമ്പോൾ ഇട്ടുകൊണ്ട് ഈ ഒരു മസാലക്കുള്ളൊരു മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. പിന്നെ ഇത് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ചിക്കൻ മസാല ഗരം മസാല ഒന്നും പാക്കറ്റിൽ നിന്ന് മാറ്റലില്ല കേട്ടോ. എന്താ നല്ലൊരു കളർ പോലെ തന്നെ എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് എന്താക്കണം, ഈ പാക്കറ്റിൽ തന്നെ വെച്ചിട്ട് വേറെ ഒരു ഡബ്ബിയിലേക്ക് ബിരിയാണി മസാല ആയാലും ചിക്കൻ മസാല ഏത് മസാലയാണെങ്കിലും ഞാൻ എന്താക്കും, ഒരു ഡബ്ബിക്ക് ഇട്ട് വെക്കലില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ ഇത് നല്ല വാടിയ പൊടികളുണ്ടൊക്കെ കുത്തലൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ആയതിൻ്റെ ശേഷം നമ്മൾ ഈ വേവിച്ചൊരു ചിക്കനേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നല്ലോണം ഒന്ന് കൂട്ടി കളിച്ച്, എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടായിട്ടില്ല. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ മേലെ കൂടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ കട്ട കെട്ടിയ പോലെ. നമ്മൾ ഈ ഓയിൽ ഇട്ടിച്ച് കൊടുത്തിട്ടുള്ള ഈ സമയത്തൊക്കെ അതിങ്ങനെ ഒരു കട്ട ഉണ്ടാവും. അങ്ങനെ മക്കളെ, ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയറും കമൻറ്റ് ചെയ്യട്ടോ. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.